രണ്ടാമത്തെ ക്വാളിറ്റി പറയുന്നത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, കളിതമാശകളിൽ നിന്ന്, നിരർത്ഥകമായ വർത്തമാനങ്ങളിൽ നിന്ന്, മറ്റു നിരർത്ഥകമായ ഏർപ്പാടുകളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ്. യാതൊരു അർത്ഥവുമില്ലാത്തതിൽ അവർ സമയം ചെലവഴിക്കുകയില്ല. അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് നാം പലപ്പോഴും കവലകളിലിരുന്ന് നമ്മുടെ ജീവിതം അത് പൊഴിച്ചു തീർക്കുന്ന ഒരവസ്ഥ നമുക്ക് നമ്മുടെ മുന്നിൽ സംജാതമാവുന്നുണ്ട്. അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ലഘുവായ നിരർത്ഥകമായതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് വളരെയേറെ ഫലപ്രദമായ കാര്യത്തിൽ മാത്രം സമയം ചെലവഴിക്കുന്ന ബുദ്ധിമാന്മാരാവും സത്യവിശ്വാസികൾ. ഇതൊക്കെ പ്രവാചകനിൽ ഏറ്റവും ഉദാത്തമായ അളവിൽ, ഏറ്റവും ഉയർന്ന അളവിൽ സമ്മേളിച്ചിരുന്നു എന്നാണ് ആയിഷ ബീവി ചോദിച്ച സ്വഹാബിവര്യന് അല്ലെങ്കിൽ ചോദ്യകർത്താവിനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്ന കാര്യം എന്താണ്? വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരാണ്. നമുക്കറിയാം സകാത്തിൻ്റെ അവസ്ഥ. സകാത്തെങ്ങാനും വളരെയേറെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൊടുത്തു വീട്ടിയാൽ ലോകത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു പ്രത്യേക പദ്ധതിയല്ല ഈ സകാത്ത് നിർവ്വഹണം എങ്കിൽ പോലും സകാത്ത് യഥാവിധി അള്ളാഹുവിന് നൽകുന്നൊരു ത്വാഅത്തായി, ഇബാദത്തായി കൊണ്ട് യഥാവിധി സത്യവിശ്വാസികൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി കൊണ്ട് അതിൻ്റെ ഒരു അനന്തര ഫലമെന്നോണം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് ഇല്ല അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. പിന്നെ അടുത്ത കാര്യം പറയുന്നത് ഫമൻ ഇബ്തഗാ വറാ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഇതിലൊക്കെ ലംഘനം കാണിക്കുന്നവർ അതിക്രമകാരികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് സംബന്ധമായി പറഞ്ഞുകൊണ്ട് അടുത്ത കാര്യം പറയുന്നത് വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. സത്യവിശ്വാസികൾ പിന്നീട് എങ്ങനെയുള്ളവരായിരിക്കും? അവർ അവരുടെ വിശ്വാസ്യതയെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അവർ ചെയ്തിട്ടുള്ള കരാറുകളെ അവർ പാലിക്കുന്നവരായിരിക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുണ്യനബിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുന്നത് വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ, ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, 2 കാൽത്തുടകൾക്കിടയിലുള്ള അവയവത്തിനും അതുപോലെ തന്നെ നാവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു 2 ചുണ്ടുകൾക്കിടയിലുള്ള അവയവത്തിനും നിങ്ങൾ നിയന്ത്രണം പാലിക്കുകയും അതുകൊണ്ട് തെറ്റ് ചെയ്യുകയില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുമെങ്കിൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളിലൂടെ ഇന്ന് ലോകം നട്ടം തിരിയുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അന്യ സ്ത്രീ പുരുഷ ദർശന സംബന്ധമായ വിധിവിലക്കുകളിലേക്ക് ലോകം ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം അത്രത്തോളം അധപ്പതിച്ച ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക വിരോധികൾ പോലും ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളും ഇത്തരം നിയന്ത്രണങ്ങളുമൊക്കെ അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നിടത്തേക്ക് ലോകം എത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ഈ പുണ്യനബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ വ്യവസ്ഥിതിയുടെ സമഗ്രതയുമാണ് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ കരാർ പാലനം എന്നുള്ളത് സത്യവിശ്വാസികളുടെ കടമയാണെന്ന് അല്ലെങ്കിൽ ബാധ്യതയാണെന്ന്, വിശേഷണമാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദാത്തമായ അളവിൽ ഏറ്റവും കൂടുതലായത് കാണിച്ചു തന്നത് പുണ്യനബിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ഇടപാടുകൾ നടത്തുമ്പോഴൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റു ആളുകൾക്കിടയിൽ ഈ അടുത്ത കാലം വരെയും മുസ്ലിങ്ങൾ അവർ കരാർ പാലിക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണയും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനൊക്കെ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നാം നാം സ്വയം വിമർശനമായി ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് പോലും, 40 വയസ്സാകുന്നതിന് മുമ്പ് പോലും, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഔദ്യോഗികമായി കുറിക്കപ്പെടുന്നതിന് മുമ്പ് പോലും എല്ലാ ആളുകളും, ശത്രുക്കളും അല്ലാത്തവരും, പുണ്യനബിയോട് വിശ്വാസത്തിൽ യോജിക്കാത്തവർ പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസ്യതയെ, പുണ്യനബിയുടെ ആ ഒരു സത്യസന്ധതയെ അംഗീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല, അൽ അമീനാണെന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു എന്നും മാത്രമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ബദ്ധവൈരിയയും കഠിന ശത്രുവുമായിരുന്ന അബൂ സുഫിയാൻ പോലും ഹിറക്കൽ രാജാവിൻ്റെ മുമ്പിൽ നടത്തുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നൽകുന്ന വിശദീകരണത്തിൽ അദ്ദേഹത്തിന് പോലും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പുണ്യനബി ഒരിക്കൽ പോലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കളവ് പറഞ്ഞു എന്നുള്ളൊരു സംശയം പോലും ഞങ്ങൾക്കില്ല. അതായത് പുണ്യനബി ഒരു കളവ് പറഞ്ഞതായിട്ട് പോലുമുള്ള ഒരു തെറ്റിദ്ധാരണ പോലും ഞങ്ങൾക്കില്ല. ആ കളവ് പറഞ്ഞില്ല എന്നല്ല, കളവ് പറഞ്ഞതായിട്ടുള്ളൊരു ധാരണ പോലും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പോലും നബിയെക്കുറിച്ചില്ല എന്ന് ബദ്ധവൈരിയായിരുന്ന സമയത്ത് പോലും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം വിശ്വാസ്യതയുണ്ടായിരുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സംഭവത്തിൽ തന്നെ ഹിറക്കൽ രാജാവിനോട് ഉള്ള സംഭാഷണത്തിൻ്റെ മധ്യേ അദ്ദേഹം രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. അതും നമുക്ക് ഇവിടെ ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഭാവത്തെക്കുറിച്ച്, നബി തങ്ങളെ കുറിച്ച് കരാർ പാലിക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണെന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് അബൂ സുഫിയാൻ്റെ മറുപടി ഇതുവരെ എല്ലാം വളരെയേറെ കരാർ പാലിച്ചിട്ടേ ഉള്ളൂ എന്ന് മാത്രവുമല്ല ഇനിയൊരു നടന്നുകൊണ്ടിരിക്കുന്ന കരാറിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ കഴിയില്ല എന്ന് മാത്രമാണ് നബി തങ്ങളെക്കുറിച്ച് പ്രതികൂലമായി അദ്ദേഹത്തിന് അപ്പോൾ പറയാൻ കഴിഞ്ഞത് എന്നുള്ളത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അബൂ സുഫിയാന് അങ്ങനെ അല്ലാതെ വേറൊരു നിലക്കും പറയാനില്ലാത്ത ഒരവസ്ഥയിൽ അത് പറഞ്ഞു പോയി എന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ഭാവിയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അദ്ദേഹത്തിന് ആ സമയത്ത് പറയാൻ അറിയില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹത്തിന് ഒരു പ്രവാചകനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഭാവിയിൽ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നബിതങ്ങളോടുള്ള കഠിന ശത്രുത കൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. പിന്നീട് പറയുന്നത് അവർ നിസ്കാരത്തെ നിലനിർത്തുന്നവരാണ്, അവർ അതിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്, വളരെയേറെ സഗൗരവം ആ വിഷയത്തെ ഏറ്റെടുക്കുന്നവരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നിസ്കാരം എന്ന് പറയുന്നത് മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അത് വലിയൊരു ഭാരമാണ് സത്യവിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം. മുനാഫികൾക്കൊക്കെ അത് വലിയ ഒരു ഭാരമാണ് എന്ന് തന്നെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹുബ്ബിബ മിൻ ദുനിയാക്കും ഇസ്നാനി, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത്വീബ് വൻ നിസാ, സ്ത്രീകളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ട് താഴെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പക്ഷേ എൻ്റെ കുളിർമ എനിക്ക് നിസ്കാരത്തിലാണ്, നിസ്കാരം കൊണ്ടാണ് എനിക്ക് ആനന്ദം കിട്ടുന്നത് എന്ന്, ഇതിനേക്കാൾ ഉപരി ആനന്ദം എനിക്ക് പകർന്നു നൽകുന്നത് നിസ്കാരമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്തുനിന്ന് അതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പറയപ്പെട്ട എല്ലാ സൽഗുണങ്ങളും അതിൻ്റെ സമൂർത്തമായ ഭാവമായിരുന്നു, അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയുടെ സാരം എന്ന് ആയിഷ ബീവി തന്നെ ആ ചോദ്യകർത്താവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതാണ് പ്രിയമുള്ള സഹോദരന്മാരെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥ. ആ പുണ്യനബിയുടെ ജീവിതം ഏറ്റവും സമഗ്രമായിരുന്നു. അതിൻ്റെ ന്യായം ഞാൻ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ സമ്പൂർണവും സമഗ്രവുമാണ്. ആ ഖുർആനിൻ്റെ വിശദീകരണമായിരുന്നു പുണ്യനബിയുടെ ജീവിതം. അപ്പോൾ പുണ്യനബിയുടെ ജീവിതവും സമഗ്രവും സമ്പൂർണവും ആകാതെ തരമില്ല എന്ന്. ഇനി നമുക്ക് ഏതേത് മേഖലകൾ എടുത്തു നോക്കിയാലും, ഒരു രാഷ്ട്രതന്ത്രജ്ഞതയുടെ വിഷയം എടുത്തു നോക്കിയാൽ അതിലും, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ അച്ചടക്കത്തിൻ്റെ വിഷയം എടുത്തു നോക്കിയാൽ അതിലും, ഒരു അധ്യാപകൻ്റെ കുട്ടികളോടുള്ള സമീപന രീതികളുടെ മാതൃക എടുത്തു നോക്കിയാൽ അതിലും, ഒരു ഭാര്യയോടുള്ള സമീപനം എടുത്തു നോക്കിയാൽ ഒരു ഭർത്താവിൻ്റെ സമീപനം എങ്ങനെയാവണമെന്ന വിഷയത്തിലും, അതുപോലെ തന്നെ കുട്ടികളോട്, അനുയായികളോട് തുടങ്ങി ഏതേത് മേഖലകൾ ഒരു ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഏറ്റവും 100% മാതൃക പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് തന്നെയാണ് പുണ്യനബിയുടെ ജീവിതം സമഗ്രമാണ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് സമ്പൂർണ്ണമാണ് എന്ന് പറയുന്നത്. ഏത് വിഷയമാണ് പുണ്യനബിയുടെ ജീവിതം ഉൾക്കൊള്ളാത്തത്? ഇപ്പോൾ നാം ഏവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന, ലോകം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ, ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
സംഗതി എന്താണ്? ഏറ്റവും വലിയ മാർഗമെന്ന് ലോകാരോഗ്യ സംഘടനയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൈ കഴുകലായാലും മറ്റുള്ള കാര്യങ്ങളായാലും അതൊക്കെ പുണ്യനബിയുടെ ജീവിതത്തിലൂടെ പുണ്യനബി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഈ സാമൂഹ്യ അകലം എന്നൊക്കെ പറയുന്ന ഈ അകലം പാലിക്കൽ എന്നതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ പുണ്യനബിയുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു മഹാമാരി ഉണ്ടായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൈന്യവുമായി ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് ചെല്ലാനിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ പ്ലേഗ് പോലത്തെ ഒരു മഹാമാരി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണമോ അതോ തിരിച്ചു പോരണമോ എന്ന വിഷയത്തിൽ തൻ്റെ അനുയായികൾക്കിടയിൽ ഒരു ചർച്ച നടത്തി ഉമർ റളിയല്ലാഹു അൻഹു. പലരും അങ്ങോട്ട് പോകണം, അള്ളാഹുവിൻ്റെ വിധിയല്ലേ എന്ന് പറയുകയും മറ്റു പലർ തിരിച്ചു പോരണം, ഒരു മഹാമാരിയുള്ള ഇടത്തേക്ക് അങ്ങോട്ട് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവസാനം ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ബുദ്ധിപരമായ തീരുമാനം, അത് ബുദ്ധിപരമായ തീരുമാനം മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ചുമൊക്കെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം, അവയെ മുറുകെ പിടിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്നത് പരിശുദ്ധമായ ദീനിൻ്റെ വിധിയാണ്. അതിൽ യാതൊരു സംശയവുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം ആ സ്ഥലത്തേക്ക്, രോഗമുള്ള മഹാമാരിയുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. ആ തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സഹാബി വര്യന്മാരുടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ, അതായത് പുണ്യനബിയുടെ സഹാബ്, ആ സഹാബി വര്യന്മാർ ഉൾപ്പെടെയുള്ള അനുയായി വൃന്ദത്തിൽ നിന്നുള്ള ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അതഫിറൂന മിൻ ഖളാഇല്ലാ, മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമാണ്. നാം അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ നിന്നും മറ്റൊരു വിധിയിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അതായത് നാം അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതും അള്ളാഹുവിൻ്റെ വിധിയാണ്, നാം തിരിച്ചു പോകുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം നടക്കുന്നതാണ്, അതുകൊണ്ട് നാം തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. ആ സമയത്താണ് ഈ ഒരു സംഭാഷണം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകാതിരുന്ന മറ്റൊരു തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരുന്ന ഒരു സഹാബി വന്നിട്ട് ഇത് സംബന്ധമായി എൻ്റെ അടുത്ത് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട് എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ഹദീസ്? ആ ഹദീസിൽ പറയുന്നത്, നിങ്ങൾ ഒരു ഭൂമിയിലേക്ക്, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മഹാമാരി ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അവിടേക്ക് പോകരുത്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഒരു മഹാമാരി വന്നുപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മറ്റെങ്ങോട്ടും പോവുകയും ചെയ്യരുത്. അതായത് ഒരു രോഗമുള്ള സ്ഥലത്തേക്ക്, ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടിലേക്ക് നാം അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള സന്ദേശം ഇന്നും ലോകത്ത് ആവശ്യമായിട്ടുള്ള സന്ദേശം പുണ്യനബിയാണ് ആദ്യമായി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു രോഗിയായിട്ടുള്ള ആൾ, അദ്ദേഹം മറ്റെവിടേക്കും പോയി രോഗം പടർത്തരുത്, അതിൻ്റെ രോഗം മറ്റുള്ളവർക്ക് സമ്മാനിക്കരുത് എന്നുള്ള ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുകളുടെ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യനബി പ്രതിരോധത്തിന് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു എന്ന് ആ ഹദീസ് ഞാൻ കേട്ടു എന്ന് ആ സ്വഹാബി പറയുമ്പോഴാണ് മറ്റുള്ള സ്വഹാബത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെയ്തിയെ, ആ നടപടിയെ ശരിവെച്ചുകൊണ്ട് അവർ തക്ബീർ മുഴക്കി എന്നുള്ളത് ചരിത്രമാണല്ലോ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഉൾപ്പെടെയുള്ള സമഗ്രമായ സമ്പൂർണമായ പരിഹാരത്തിനുള്ള മാർഗം പുണ്യനബി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ജീവിതമായിരുന്നു, സമ്പൂർണമായ ജീവിതമായിരുന്നു, എല്ലാറ്റിനും പരിഹാരമായിട്ടുള്ള പ്രതിവിധിയായിട്ടുള്ള ജീവിതമായിരുന്നു പുണ്യനബിയുടെ ജീവിതം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഈ ചുരുങ്ങിയ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് പുണ്യനബിയുടെ ഹക്ക് ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മുടെ സദുദ്ദേശങ്ങൾ സഫലമാക്കി തരട്ടെ, നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യനബിയോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവസരം നൽകട്ടെ. പുണ്യനബിയുടെ പ്രശംസയിലും പുണ്യനബിയുടെ പിന്തുടർച്ചയിലുമായി പിൻപറ്റലുമായിട്ട് നമ്മുടെ ജീവിതം അല്ലാഹു നമുക്ക് ആരോഗ്യത്തോടെ